മഹാബലിപുരം, ഇന്നത്തെ കാഞ്ചീപുരം, തമിഴ്നാട് ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണിത്. ഇവിടം മാമല്ലപുരം എന്നും അറിയപ്പെടുന്നു. സമുദ്ര നിരപ്പിൽ നിന്നും 12 മീറ്ററുകളോളം ഉയർന്നാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ ഭാരതത്തിലെ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ നഗരത്തിന് 60 കിലോമീറ്റർ തെക്കുള്ള ഈ നഗരം രൂപപ്പെടുത്തിയത്. പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മഹാബലിപുരം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും പാറ തുരന്ന് നിർമ്മിച്ചവയാണ്. പലതും ഒറ്റപ്പാറയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ സ്മാരകങ്ങളിലെല്ലാം തന്നെ ആദ്യകാല ദ്രാവിഡ തച്ചു ശാസ്ത്രത്തിന്റെ സ്പർശം കാണാം. അതിൽ ബുദ്ധമതത്തിന്റെ പല സംഗതികളും പ്രകടമാണ്. ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും അടങ്ങിയതാണ് മഹാബലിപുരത്തെ സ്മാരകങ്ങൾ. പല്ലവ കലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് മഹാബലിപുരം. കല്ലിൽ കൊത്തിയെടുത്ത കഥകളുമായി കാത്തിരിക്കുന്ന നാടാണ് മഹാബലിപുരം. കരിങ്കല്ലിൽ രൂപം കൊണ്ടിരിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഷോർ ടെമ്പിൾ. കടലിലോട്ട് മുഖം നോക്കി നിൽക്കുന്ന തീരത്തെ ഈ ക്ഷേത്രം കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് ഷോർ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുരാതനമായ ഈ കൽക്ഷേത്രം AD 700-നും 728-നും ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി കൂടിയാണ് ഇത്. നിർമ്മാണ രീതിയിൽ ഇന്നുള്ളവരെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്നെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. തീരത്തോട് മുഖം തിരിച്ചു വെച്ചിരിക്കുന്നതിനാൽ തന്നെ ഇതിന് ഷോർ ടെമ്പിൾ എന്നാണ് പേര് വന്നിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ ഇത്ര കടന്നു പോയിട്ടും ഇന്നും ഒരിളക്കവും തട്ടാതെ നിലനിൽക്കുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിലെ വൈവിധ്യവും ഘടനാപരമായ ഭംഗിയുമാണ് യുനെസ്കോയുടെ പട്ടികയിലേക്ക് ഷോർ ടെമ്പിളിനെ എത്തിച്ചത്. മാർക്കോ പോളോയ്ക്കും അദ്ദേഹത്തിന് ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ കച്ചവടക്കാർക്കുമൊപ്പം ഇവിടം 7 പക്കോഡ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് തന്നെയാണ് ഷോർ ടെമ്പിൾ എന്നാണ് കരുതപ്പെടുന്നതും. നാവികർക്കുള്ള കരയിലെ അടയാളമായും ഈ ക്ഷേത്രത്തെ അവർ കരുതിയിരുന്നു. പിരമിഡുകളുടെ ആകൃതിയിൽ 7 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇവിടം 7 പഗോഡകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നീട് കാലം പോകെ മറ്റു ക്ഷേത്രങ്ങൾ നശിക്കപ്പെടുകയായിരുന്നു. അതിൽ നിലനിൽക്കുന്ന 7 ക്ഷേത്രമാണ് ഷോർ ടെമ്പിൾ. ശിവനും വിഷ്ണുവിനുമായാണ് ഈ ക്ഷേത്രങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത്. 3 ക്ഷേത്രങ്ങളാണ് ഷോർ ടെമ്പിളിന്റെ ഭാഗമായുള്ളത്. അതിൽ 2 ക്ഷേത്രങ്ങൾ ശിവനും 3-മത്തെ ക്ഷേത്രം വിഷ്ണുവിനുമായാണ് സമർപ്പിച്ചിരിക്കുന്നത്. മഹാബലിപുരത്തിന്റെ മിത്ത് തിരഞ്ഞിറങ്ങിയാൽ എത്തി നിൽക്കുക മഹാബലിയിലായിരിക്കും. ഹിരണ്യകശിപുവും അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദനും ആയി ബന്ധപ്പെട്ടാണ് ക്ഷേത്രമുള്ളത്. വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട ഹിരണ്യകശിപുവിനും ശേഷം ഭരണത്തിൽ വന്നത് പ്രഹ്ലാദനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ മഹാബലിയാണത്രേ മഹാബലിപുരം സ്ഥാപിച്ചത്. ഇതിന്റെ നിർമ്മാണത്തിലെ പ്രത്യേകത കാരണം ഉദയസൂര്യന്റെ ആദ്യകിരണങ്ങൾ ഈ ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുന്നത്. ജലശയന എന്നും ഷോർ ടെമ്പിളിന് പേരുണ്ട്. സമുദ്രത്തിലെ ജലനിരപ്പിനോട് ഒത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. കൂടാതെ ഇവിടെ വേറെയും ക്ഷേത്രങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അത് കടലിനടിയിലായതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ 2004-ലെ സുനാമി സമയത്ത് ഇതിൽ ചില ഭാഗങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്രേ.